ഇന്ന് മെയ് മാസം 23 കാത്തിരുന്ന പരീക്ഷകളുടെ ഡേറ്റുകൾ വന്നു. ഡീറ്റെയിൽഡ് ടൈം ടേബിൾ വന്നു. പല വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല, എല്ലാ പരീക്ഷകളും അടുപ്പിച്ചിട്ടാണ്. ഒരു പരീക്ഷയിന് അടുത്ത പരീക്ഷ, അതെല്ലാം 10, 11, 12 അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. 4ാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. ജൂൺ മാസം 10 മുതൽ തുടങ്ങാൻ പോകുന്ന പരീക്ഷകൾ, അതിപ്പോൾ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BA BSc, ഏത് പ്രോഗ്രാം ആണെങ്കിലും നിങ്ങളുടെ പരീക്ഷകളെല്ലാം തമ്മിലടിച്ചിട്ടാണ് പരീക്ഷകൾ വരാൻ പോകുന്നത്. പരീക്ഷകൾ അടുത്തെത്താറാവുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പോർഷൻസ് കംപ്ലീറ്റഡ് അല്ല, പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല, എന്തു ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് നേരത്തെ കൂട്ടി ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി മാത്രം പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനിടയിലാണ് കൂനുമേൽ കുരു എന്ന രീതിയിൽ 2ാം സെമസ്റ്റർ പരീക്ഷകൾ അതിനുശേഷം തന്നെ കോൾ ഫോർ ചെയ്യുന്നത്. 2 സെമസ്റ്റർ പരീക്ഷകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. പല വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങി, 4ാം സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിവെക്കുമോ? ചിലപ്പോൾ 4ാം സെമസ്റ്റർ എഴുതുന്ന വിദ്യാർത്ഥിക്ക് 2ാം സെമസ്റ്റർ ഉണ്ടാവും. ആകെ കൂടി തലപെരുത്തിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കുറ്റം പറയാൻ പറ്റില്ല, അവസ്ഥ അങ്ങനെ ആയിപ്പോയി. 4ാം സെമസ്റ്റർ പരീക്ഷ മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷമുള്ള 2ാം സെമസ്റ്റർ പരീക്ഷകളും അങ്ങനെ തന്നെ കറക്റ്റ് സമയത്ത് നടക്കാനുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അത്ഭുതം നടക്കണം മാറ്റണമെങ്കിൽ. അല്ലെങ്കിൽ തന്നെ ഓരോ പരീക്ഷകൾ മാറ്റിവെക്കുമ്പോൾ 1ഉം 2ഉം തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറ്റിവെക്കാറുണ്ട്. കഴിഞ്ഞ വട്ടമൊക്കെ 3ഉം 4ഉം തവണ ഓരോ സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഗ്യാപ്പ് കുറയുന്നതും ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകൾ നേരത്തെ വരുന്നതൊക്കെ. ഒരു കാര്യം ഉറപ്പിക്കാം, 4ഉം 2ഉം സെമസ്റ്റർ പരീക്ഷകൾ തമ്മിലടി ഉറപ്പാണ്. എന്നാൽ ആ 2 സെമസ്റ്റർ പരീക്ഷകളും എഴുതുന്ന വിദ്യാർത്ഥികൾ കുറച്ചധികം സമയം പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ 2 സെമസ്റ്ററിലും ജയിക്കാം. തമ്മിലടി ഒഴിവാക്കാനും ജയിച്ച് മുന്നോട്ട് പോകാനും ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാനുള്ള ആത്മവിശ്വാസം കൂടെ ഉണ്ടാകും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. സപ്പോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ കമ്പനിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ എത്ര ടേൺ ഓവർ കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ മുമ്പത്തേക്കാളും കൂടുതലാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓരോ സെമസ്റ്റർ പരീക്ഷകൾ 3ഉം 4ഉം തവണ മാറ്റുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒന്നാമത്, അടുപ്പിച്ചുള്ള പരീക്ഷകൾ വരുമ്പോൾ ടൈം ഗ്യാപ്പ് ഇല്ല പഠിക്കാൻ. 2, മാനസിക സംഘർഷം. ജയിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമല്ലാത്ത കൊണ്ട് കോപ്പി അടിക്കാനുള്ള പ്രവണത കൂടുന്നു. അതുവഴി തോൽക്കുന്നു, ഹിയറിംഗ് വരുന്നു, ഡിബാർ ചെയ്യുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെയും തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ റിവാലുവേഷന് കൊടുക്കുന്നു, സ്ക്രൂട്ടിനിക്ക് കൊടുക്കുന്നു, സപ്ലിമെൻ്ററി കൊടുക്കുന്നു, ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ ലാഭമുള്ള കമ്പനിയായി മാറുന്നുണ്ട്. ഇക്കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ലാഭമൊക്കെ നല്ലതാണ്, എന്നാൽ കൊള്ള ലാഭത്തിലേക്ക് നിങ്ങൾ വഴി നടത്തരുത്, നിങ്ങൾ തോറ്റ് കാണിച്ചു കൊടുക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.